മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. ഇപ്പം നമുക്ക് നോമിനേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കിരീടധാരൻ ടാസ്ക് ചെയ്തുകൊണ്ട് നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അത് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ പവറിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയി ചെയ്തുകൊണ്ട് അനീഷിന് ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല 3 ആഴ്ച. വൈൽഡ് കാർഡ് എൻട്രിയിൽ തുടർക്കഥ എന്ന ടാസ്ക് ചെയ്തതുകൊണ്ട് ജിഷിൻ ഈ പ്രാവശ്യം നോമിനേഷനിൽ ഉണ്ടാവില്ല. നൂറ ഓപ്പണായിട്ട് നോമിനേറ്റ് ചെയ്തത് ആര്യനെയാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ജിസേലിൻ്റെ ഷാഡോ ആയിട്ട് കളിക്കുന്നതെന്നാണ് അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോമിനേറ്റ് ചെയ്ത ശേഷം ആരും തമ്മിൽ നല്ല തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാനല്ല നിഴലായിട്ട് നിൽക്കുന്നത്, നീയാണ് ആദിലയുടെ നിഴലായിട്ട് നിൽക്കുന്നത് പറഞ്ഞിട്ട് ഭയങ്കര വാക്ക് തർക്കമൊക്കെ കാണുന്നുണ്ട് ആ നോമിനേഷൻ ടൈമിൽ. വൈൽഡ് കാർഡിൽ ബാക്കി 4 പേരും സാബുമാൻ, അതുപോലെ തന്നെ ലക്ഷ്മി, മസ്താനി, പ്രവീൺ ഇവരെല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പ്രവീൺ നോമിനേറ്റ് ചെയ്ത് ബിന്നിനെയാണ്. സേഫ് ഗെയിം കളിക്കുന്നുണ്ട്, 2 നിലപാടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് റെനേനെയാണ്. ഷാഡോ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് ഇവിടെ നോമിനേഷനിൽ പറഞ്ഞ റീസൺ. പിന്നെ വേലക്കാരിയായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദില നോമിനേറ്റ് ചെയ്ത് അഭിലാഷിനെ ബിന്നിനെയാണ്. ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് റെനേനെയും ആദിലേനെയും ആയിരുന്നു. അതുപോലെ തന്നെ അക്ബർ നോമിനേറ്റ് ചെയ്തത് അനുമോളും അനീഷിനാണ്. ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അനീഷിന് ആ ഒരു സംഭവത്തിൽ നിലപാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ബിന്നി നോമിനേറ്റ് ചെയ്തത് നിവിനെയും ആദിലേനെയാണ്. മസ്താനി നോമിനേറ്റ് ചെയ്തത് റെനേനെയും ജിസേലിനെയാണ്. ജിസേല് ഷാഡോ ആയിട്ട് ആര്യനെ വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഫേവറേറ്റീവ്സും ഉണ്ട്. അതിൻ്റെ റീസൺ കൊണ്ടും മസ്താനി നോമിനേറ്റ് ചെയ്തത് റെനേനെയും ജിസേലിനെയാണ്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനുമോളിനെയാണ്. നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് ആദിലേനെ. ഒനിൽ നോമിനേറ്റ് ചെയ്തത് ബിന്നി, ആദില. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസും അനീഷിനെയും. റെന നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും അനുമോളിനെയാണ്. ജിഷി നോമിനേറ്റ് ചെയ്തത് റെനേനെയും ബിന്നിനെയാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് നെവിനെയും അനുമോളിനെയാണ്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ആദിലേനെയാണ്. നെവിൻ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും അതുപോലെ തന്നെ അഭിലാഷിനെയാണ്. ഇതിൽ 2 വോട്ടുമായിട്ട് അക്ബറും നെവിനും അനീഷാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. 4 വോട്ടുകളുമായിട്ട് അഭിലാഷും അനുമോളും റെനയാണ്. 5 വോട്ടുമായിട്ട് ബിന്നിയാണ് നിൽക്കുന്നത്. 7 വോട്ട്, ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് ആദിലേക്കാണ്. ഇതിൽ രക്ഷപ്പെട്ടത് ആകെ ജിസേലിനും ഒനിയിലും ഷാനവാസും അതുപോലെ നൂറയാണ്. ഇവർ 4 പേരാണ് നോമിനേഷനിൽ ഇല്ലാത്തത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.